guys, welcome back to guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചാലഞ്ച് ഗസ്റ്റ് ദ യൂട്യൂബർ ബൈ വോയിസ്. അതുപോലെ തന്നെ വേറെ സ്പെഷ്യൽ ആയിട്ട് കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരുപാട് നാളേക്ക് ശേഷം നമ്മൾ 5 പേരും ഒരുമിച്ച് ഒരു വീഡിയോയിൽ വന്നു. ഡോം വന്നു. അതല്ല അത്ര ഉള്ളു ഗൈസ്. ഡോമിനൊരു വരവേൽപ്പ്. നമ്മുടെ ബാക്കിയുള്ള കുറെ ചാലഞ്ച് ഒക്കെ ഡോമാണ് സെറ്റ് ആക്കുന്നതുകൊണ്ട് ഡോമിന് ചാലഞ്ച് ഇടാൻ പറ്റില്ലല്ലോ. അതാണ് ഇത്രയും നാൾ ഡോമിനെ കാണാതിരുന്നത്. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലായ ഗസ്റ്റ് യൂട്യൂബർ ആണ് ബൈ വോയിസ്. അതായത് ഓരോ യൂട്യൂബേഴ്സിന്റെ വോയിസ് ആയിരിക്കും കേൾപ്പിക്കുന്നത്. നമ്മളത് ആരൊക്കെയാണ് അറിയുന്നത് എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ഗ്രൂപ്പും ടീമോ ഒന്നല്ല. വോയിസ് കേൾപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അറിയാമെങ്കിൽ കൈവെക്കാം. മൈനസ് പോയിന്റ്. അത് പിന്നെ സ്വാഭാവികമുണ്ടല്ലോ, അറിയാലോ. മെയിൻ ആയിട്ടുള്ള സംഭവം ഉണ്ട്, റൂളാണ്. ഇതിൽ ആ യൂട്യൂബറിന്റെ പേരല്ല പറയേണ്ടത്, യൂട്യൂബ് ചാനലിന്റെ പേരാണ് പറയുന്നത്. അതാണ് ചാലഞ്ച്. ഓക്കെ, അല്ലാതെ ആളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, റിയൽ നെയിം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചാനലിലെ ഫുൾ നെയിം പറഞ്ഞാൽ മാത്രമാണ് മാർക്ക് തരുള്ളൂ. അതല്ലേ അറിയുള്ളൂ. ഇതൊക്കെ അങ്ങനെ നോക്കാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റൗണ്ട്. ചെയ്യണ്ടേ? പാസ്വേഡ് വേണം. പാസ്വേഡ് വേണം ഗൈസ്. ഇതെന്താ, എവിടെന്താ പാസ്വേഡ് കിട്ടുക? ഞാനാ പൊക്കിയത് കയ്യേ. നോക്കേണ്ട ആവശ്യമില്ല. അറിയത്തില്ലേ? ഞാൻ പറയട്ടെ, KMC കൊമ്പൻ. ബ്രോ എന്ന് ഞാനത് സംഭവം ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവ മൈൻക്രാഫ്റ്റിന്റെ ഇതല്ലേ കാണിക്കുന്നത് അല്ലേ? ആ റൂം ഇടുന്ന പാസ്വേഡ് ആണോ? ഞാൻ സൗണ്ട് കേൾക്കാറില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നാളെയാണ് കറണ്ട് ബില്ല് അടയ്ക്കുള്ള ലാസ്റ്റ് ദിവസം. നീ അളിയെ നീ എന്നെ ഓർമ്മിപ്പിക്കണേ. എടാ, അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നീ എന്നെ 1 മണിക്കൂർ മുമ്പേ വിളിച്ച് ഓർമ്മിപ്പിക്കണേടാ. അതെനിക്ക് ഓർക്കാമെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണം. അത് എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് ഓർത്താ പോരെ. എടാ, നിനക്ക് ഓർക്കാമെങ്കിൽ പിന്നെ നീ അങ്ങ് ഓർത്താ പോരെ. ആശിർ ചാനൽ പേരാണല്ലേ? ഹാസിറല്ലേ? സീരിയസ്ലി തെറ്റി. ഹാഷിറേന്നാണ്. ചാനൽ പേര് ആരാ പറഞ്ഞത്? കൊമ്പനാ. ഞാൻ അപ്പൊ കൊമ്പൻ 2 പോയിന്റാ. അയ്യോ, അതൊക്കെ കൊടുക്കാൻ കേട്ടാ വേണമെങ്കിൽ. ഇവിടെ കൊണ്ടാ. രണ്ടല്ല, ഇവര് അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. ഇത്രയും ഹോട്ടലിൽ പോയിട്ടും ഇത്രയും സ്ഥലം സ്റ്റേ ചെയ്തിട്ടും അവല് കഴിച്ച ഞാൻ ആദ്യമായിട്ടാണ്. നീ എടുത്തില്ല എവിടെയെങ്കിലും? ഫസ്റ്റ് ടൈം അല്ലേ? അതൊരു വെറൈറ്റി ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. 4ാമതല്ല നോക്കിയത്. പറയട്ടെ. മല്ലു ട്രാവലർ. അത് പണി കിട്ടൂട്ടോ. മീനൊക്കെ കാണോ? നല്ല കടൽ മച്ചാനാണ് അല്ലേ? അല്ലേ? കടൽ കൊമ്പൻ മറ്റേ അമ്മയൊക്കെ ആയിട്ട്. 1 -2 -1 ഗൈസ്, അപ്പോ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. 2024 എലിവാണം വിട്ടാണ് കല്ലടാ പോയത്. നിന്റെ പെങ്ങടെ തല നിറച്ച മോൻ വരുന്നു. ആരാ ഫോണില്? എന്റെ പൂക്കിയാ. നിക്കറിപ്പെടുക്കുന്നത് നിനക്ക് പൂക്കിയാ. സ്കൂളിൽ പോടാ. 2020 മിസ്റ്റർ സോൾജ്. ഞാൻ മിസ്റ്റർ സോൾജ്. അയ്യോ എന്ത് ശോകം. റീൽസ് ആണ് തെറ്റിച്ചു പറഞ്ഞ മോശമല്ലേ? 1 -3 -1 0. നമ്മളിപ്പോ നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇത് അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഗൈസ്, എന്റെ കൂടുതൽ നിൽക്കുന്ന ഈ സ്ത്രീ പിന്നെ കസാക്കിസ്ഥാനിലല്ല, ഉസ്ബെക്കിസ്ഥാനിയല്ല, തജാക്കിസ്ഥാൻകാരിയാണ്. പുള്ളിക്കാരുടെ ഗുഡ് നെയിം പ്ലീസ്? ദുദ്ദറി
ദുക്തരി പറി എന്നാണ് ഇവളുടെ പേര്. ഈ ബുൾജെറ്റ് ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025 അതിന്റെ കൂടെ TVS കാണിച്ചൊരു മോട്ടോർ സൈക്കിൾ, ദ TVS RTX 300. ഫസ്റ്റ് തിങ്, ഒരൊറ്റ നോട്ടത്തിൽ ഇതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണ്. USD ഫോക്ക് ആണ് വരുന്നത്, അലോയ് വീല് വരുന്നുണ്ട്, ഡുവൽ പർപ്പസ് ടയർസ് വരുന്നുണ്ട്. പിന്നെ ശരിയാണ്. അടുത്ത ചോദ്യം, നല്ല ചോദ്യം. തിരിച്ചു വരുന്നത് ദ ബാക്ക് വിത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ടാങ്ക് എന്ന് പറയുന്ന ഒരു ഓഫ് റോഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത് ഇലക്ട്രിക് ആണ് എന്നുള്ള കാര്യമാണ്. റേഞ്ച് ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല. എന്തായാലും 2026 വിപണിയിൽ എത്താൻ പോകുന്ന ഒരു വാഹനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈമുക്കിയിട്ടില്ല ആരും. അറിഞ്ഞൂടാ. കൈ പൊക്കാത്ത വണ്ടി പ്രേമിയാണ്. അങ്ങനെ വണ്ടിയല്ലല്ലോ. നിങ്ങൾ വണ്ടി പ്രേമിയല്ലേ? ആലോചിക്ക് ബ്രോ ബൈക്കിന്റെ വീഡിയോ. നോവൽ നോസ് നമുക്കാർക്കും അറിയില്ല എന്നാ മണ്ടാ പറഞ്ഞു. ബൈജു എന്നായറാണ് അറിയില്ല. ഓക്കെ, സ്മാർട്ട് ഫോൺസോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ സ്മാർട്ട് വാച്ചോ ഹോം അപ്ലയൻസസോ എന്തെങ്കിലും മേടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 12 മണിയാണ് ബെസ്റ്റ് ടൈം. ആലോചിക്കുന്നു. എങ്ങനെയാണെങ്കിൽ പറയട്ടെ. എനിക്ക് ഗോമെന്ന് അറിയണ. ഞാൻ അതെന്താ ആലോചിക്കുന്നത്. 0. ബാക്ക് ടു സീറോ. ലാസ്റ്റ് 2 വാക്കും കൂടി ഉണ്ട്. അതല്ല മലയാളം കഴിഞ്ഞിട്ട് കുറച്ച് 2 സാധനം തെറ്റി ഒരു സാധനം കൂടി ഉണ്ട്. അതൊക്കെ അയ്യോ ഞാൻ ഈ കൂടി പോയി കൈമുക്കിട്ട് പറയാം. എന്തായാലും മൈനസ് ആണ്. ഓക്കെ, അപ്പൊ പേര് പറ. മലയാളം ടെക് ടിപ്സ്. ടെക് ടിപ്സും കൂടി ബാക്കിയുണ്ട് ഗൈസ്, അത് മിസ്സായി. എല്ലാരും കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എടാ കല്യാണം കഴിയുമ്പോഴത്തേക്കും നീ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എന്നുള്ള നിന്റെ ഇതൊക്കെ അങ്ങ് മാറും, അതൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഈഗിൾ ഗെയിമിംഗ്. ഗെയിമിംഗ് S25 അൾട്രയുടെ ഡിമെൻഷൻസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്നതാണ് S25 അൾട്രയുടെ ഡിമെൻഷൻസ് വരുന്നത്. എന്നാൽ S25 സ്ലിമ്മിന്റെ ഡിമെൻഷൻസ് നോക്കുവാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും. അല്ലേ? അറിയാം, പക്ഷെ നിയോൺ ടെക് കിട്ടിയില്ല. ഒന്നും അറിഞ്ഞിട്ടില്ല, ചെറിയൊരു തെറ്റ് ഞങ്ങളെ ഭാഗത്തുനിന്നും പറ്റിയെന്ന് പറഞ്ഞ് ഉളുപ്പില്ലാത്ത ഒരു പറഞ്ഞോ സീക്രട്ട് ഏജന്റ്. അല്ല ഒന്ന് ആലോചിച്ച വോയിസ് വെയിറ്റ് ചെയ്താണ് ബ്രോ. -1. ഇത് കേട്ടോണ്ട് നിന്ന് ജാഫർ അപ്പൊ തന്നെ വണ്ടി എടുത്ത് രാത്രി ഒരു 2 മണിയായപ്പോ ഫ്ലാറ്റിന്റെ ഞാനാ ജാസ്മിൻ ജാഫർ. അതൊക്കെ പക്കയാണ്. ആലോചിക്കണോ? ഒന്നുകൂടെ ആലോചിച്ചു. ജാഫർ ആരാന്ന് ബിഗ് ബോസിനകത്ത് ജാസ്മിനെ അറിയത്തില്ല. ഞാൻ മറ്റേ ജാസിയിലേക്ക് പോയി. നീ പോകും നീ അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനൊരു പെൺകൊച്ചിന്റെ പേര് പറഞ്ഞു. നീ ആലോചിച്ചത് നിന്റെ ആലോചനയുടെ തെറ്റാണ്. അവൻ പറഞ്ഞാല് 2 പേര് പറഞ്ഞ നീ എന്തിനാ എപ്പോഴും ആലോചിച്ചോണ്ടിരിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് കൊമ്പന് പോയിന്റ് 3. I just built this bunker, and these 2 people who have never met each other are going to attempt to live down here for the next 100 days. Take your മിസ്റ്റർ ബീസ്റ്റ് 0. അങ്ങനെ റാഷി ടിബി 0ലേക്ക് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. 0. ഈ ചെളി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഈ ചെളി അങ്ങോട്ട് വെള്ളത്തിലേക്ക് തട്ടാണ്. ഫുള്ളതല്ല ഇമ്പോട്ടേക്ക് മലയാളം അല്ലേ? പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇമ്പോട്ടേക്ക് പേടിച്ച് അതെ ചാനലൊന്ന് പേടിച്ച് ചാനൽ പിടിച്ചാ. അപ്പൊ 1.
ഇതൊക്കെയാണ് ഇയാൾ കാണുന്നത്. സന്തൂർ ഡാഡി സന്തൂർ മമ്മി ചന്ദ്രനാ ഒരു ചാൻസും കൂടെ തരാം എന്നിട്ട് ഒന്നുകൂടെ മൈനസ്. ശരിക്കുള്ള ഉത്തരം പറ. സന്തൂര് സത്സര സന്തുരു സസ്സര. ഇതൊക്കെ ആര് പറയുന്നത്? ഏത് പാട്ട് ജാസിന്റെ പുതിയ റീൽ ഏതോ ഈ സിനിമയുടെ എല്ലാം 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 എന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടാണ്. വാട്ട് എ പെർഫോമൻസ്. 1 2 3 അശ്വന്ത് കോക്കല്ലേ? കൊമ്പന് 2 പോയിന്റും എനിക്കൊരു പോയിന്റ്. എങ്ങനെയോ തപ്പിച്ച് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയുള്ള ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറെ സിനിമയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമല്ലേ? SY Mates അല്ലേ? എന്താ SY Mates? ഒരു ഫോട്ടോഗ്രാഫർ ആണ്, എഡിറ്റർ ആണ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. റിംഗ് 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 ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാല് ഇത്രയും ചെറിയൊരു മിറർലെസ് ക്യാമറ ചെറിയൊരു മിറർലെസ് ക്യാമറ ഡിസൈൻ ചെയ്തത് അൺബിലീവബിൾ എന്ന് തന്നെ പറയാം. ചാർലി ചേട്ടൻ എന്തിനാ എനിക്ക് ഇവിടെ അടിക്കാൻ തോന്നി ചൊറിയാൻ തോന്നി ചൊറിഞ്ഞു. എല്ലാരും തോറ്റല്ലേ? ഉത്തരം പറ. എടാ മറ്റേ ഷസാമിന്റെ ചേട്ടനല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കയ്യിലൊരു വലിയ ടൈം പീസ് വരിഞ്ഞു കിട്ടി പള്ളിയിൽ കുർബാന കൂടാനെത്തിയിരുന്ന ഒരു 24-കാരനെ നാട്ടുകാർ കളിയാക്കി തുടങ്ങിയതോടെ വേർമോസ് ഫുൾ നെയിം ആണോ? വേർമോസ് ഗെയിമിംഗ്. റീൽസ് ഹോളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീൽസിൽ ഹിറ്റാവാൻ എന്താണ് വേണ്ടത്? ടാലന്റ്, കണ്ടന്റ്, കൺസിസ്റ്റൻസി. ടൈമർ സ്റ്റാർട്ട്സ് നൗ. 1 2 3. അക്ഷയ ബ്ലോഗർ എനിക്കറിയാൻ പക്ഷേ സൗണ്ട് കിട്ടിയില്ല. അപ്പൊ നമ്മുടെ പരിപാടി ഒരു വെറൈറ്റി അറബിക് മട്ടൻ ഫുള്ള് പേര് പറയണം. ഫുൾ നെയിം പറയണം. അയ്യോ 1 വില്ലേജ് 3 ആണോ? വില്ലേജ് ഫുഡ് ചാനൽ വില്ലേജ് ഫുഡ് ചാനൽ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ VFX ചെയ്തിട്ടുള്ള ഒരു വർക്ക് അറിയോ? മനക്കോട്ട. ഓ 3 ഈ ഒരു ചാനൽ ഉറക്കത്തിൽ ഗെയിം ചിക്കുമ്പോ ഞാനെന്നാ പിന്നെ അങ്ങോട്ട് മാറിക്കോട്ടെ. കുറച്ച് റൗണ്ട് കൂടി മുന്നോട്ടിരിക്കും. ചാനൽ തീരും. അപ്പൊ കേസ് ഇവിടെ 3 2 പേർക്ക് 3 ഇവിടെ 2 2 0. നമ്മൾ ഒത്തിരി ക്രിയേറ്റേഴ്സിനൊക്കെ കാണാൻ വേണ്ടി. അയ്യോ ഗ്ലാമി ഗംഗ അല്ലേ? റിംഗ് 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 2 ഗൈസ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 1 നിന്ന് 2 ചാടിയിരിക്കുന്നു. ഹായ് ഗൈസ്, ഞാൻ ഇപ്പോൾ മുംബൈയിലാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് സൈക്കോ പുതിയ ചാനൽ സൈക്കോ ഗെയിമിംഗ് ഇല്ല സൈക്കോ ഗെയിമിംഗ് ശരിയാണോ? ഞാൻ കേട്ടില്ല. നിരവധി 100 ഇനം റമ്മുകളുണ്ട്. അത് കുപ്പികളിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. അതിന്റെ അതല്ല ചാനൽ പേരാണോ പറയണ്ടില്ല? സഞ്ചാരം. 2 1 പോയി. സഞ്ചാരല്ലേ? അല്ല 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 സഫാരി. 3 സഞ്ചാര പരിപാടിയുടെ ഇതിന്റെ സഞ്ചാരം പരിപാടിയുടെ പേരും ചാനലും സഫാരിയുടെ പേരും പുള്ളിക്കാരുടെ പേരും സന്തോഷ് ജോർജ്. സന്തോഷ് ചോദ്യം പുള്ളിയായിരുന്നല്ലേ? അളിയ നീ തിരുവനന്തപുരം എപ്പോ കൊച്ചിയിലെത്തിയ? എടാ ഞാൻ രാവിലെ ജനശതാബ്ദിയിൽ ഓടിപ്പടച്ചിങ് എത്തിയടാ. സൂപ്പർ ഹീറോ. നിവിൻ പോളി ധരിച്ചിരിക്കുന്ന വാച്ച് ജഗപാൻ എന്ന ബ്രാൻഡിന്റെ എപ്പിക് എക്സ് ബ്ലാക്ക് ടൈറ്റാനിയം വാച്ചാണ്. ഇതൊരു 44mm മാനുവൽ വൈൻഡിങ് വാച്ചാണ്. വാച്ചിന്റെ പേര് പോലെ എക്സ് ലെഗ്സ് ആണ് വാച്ചിൽ നമുക്ക് കാണാൻ. അതിന്റെ പകുതി പേരറിയാം, ഫുൾ നെയിം അറിയില്ല. ആണെന്ന് പൊക്കില്ല. പകുതി പേരെന്താ? ഊബേ ഊബേ ഊബേ.
അപ്പൊ എല്ലാരും തോറ്റ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ ഹാഫ് പേര് ഒരു ക്രോം പേരിൽ ക്രോം എന്നുണ്ട് അല്ലേ? ക്രോണോഗ്രാഫ് ബൈ എഫിൻ. ഓക്കെ ഗായ്സ്, അപ്പൊ ആർക്കും പോയിന്റ് ഇല്ല. ഉറക്കം വരുന്നുണ്ട് ഗായ്സ്. അപ്പൊ ചാൻസ് പെട്ടെന്ന് തീർക്കണം. കൊമ്പന് ഉറക്കം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ജയിൽ പുള്ളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? എന്നാൽ സംഭവം സത്യമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഒരു സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഈ ഫോണിന് ഈസിലി സഹിക്കാൻ പറ്റും എന്നാണ് റിയൽമി പറയുന്നത്. നേരത്തെ ആള് പേരെന്താ പറഞ്ഞു? മിസ്റ്റർ പെർഫെക്റ്റ് പോയിന്റ് പറഞ്ഞില്ല. ഡൊമിനാർ എനിക്ക് ഒന്ന് ഞാൻ ഓടിക്കാം. ഞാനിവിടെ 2 ജാക്കറ്റ് ഇങ്ങനെ മാറി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്വേതയ്ക്കും അങ്ങനെ 1-2 ആളുകൾക്കൊക്കെ നമ്മുടെ അഭ്യുദയകാംക്ഷികൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് വെൽക്കം ഗൈസ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആഷിഖാണ്. എന്താണ് ടോർക്ക്? ഓക്കെ, ടോർക്ക് എന്ന് പറയുന്ന സംഭവം ഞാനും പലതവണയും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സോ ടോർക്ക് എന്ന് പറയുന്നത് വണ്ടിയാണ്. വണ്ടി കേസ് ഒന്നും എനിക്കറിഞ്ഞൂടാ. ട്രാക്ഷൻ ഫോർ. മനസ്സിലായി. സോ ഗൈസ്, ഇത് എന്താണെന്ന് അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അർജു. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പുതിയ ഫ്രൈഡേ ബേബിയുടെ ലുക്ക് കേട്ടാ. സഞ്ജു ടെക്കി. അല്ല, ടെക്കി വ്ളോഗ്സ് അല്ലേ? സഞ്ജു അല്ല, സഞ്ജു അല്ല, സഞ്ജു ടെക്കി വ്ളോഗ്സ്. സഞ്ജു ടെക്കി വ്ളോഗ്സ്. അപ്പൊ എനിക്ക് 5. ഇതാണ് എന്റെ TVS RTR 310 ദ പെർഫെക്റ്റ് ടൂറിംഗ് മോട്ടോർസൈക്കിൾ. അല്ല, അത് ബാക്കിലേക്ക് ഇത് വ്യായാമം ചെയ്തതാണ്. അതെ, ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കുന്നത്. അപ്പൊ ആർക്കും അറിയില്ല. എന്താ ക്ലച്ച്ലെസ്സോ? ചാർലിക്ക് -1 ആണ്. യൂട്യൂബിലുള്ള ഒരു റിവ്യൂസും കണ്ടിട്ട് ഒരു പടം കമന്റ് ചെയ്യാൻ പോയില്ല. ഞാൻ പോയി കാണും. ഇതിനു മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു. ഞാനാ അൺബോക്സിംഗ് ഡ്യൂഡ്. ഗെയിമിംഗ് പിന്നെ ഉണ്ട് 6 നടുവേദനിക്കുന്നുണ്ട് കേട്ടോ. എവിടെയും വിട്ടാല അപ്പൊ നമ്മള് സമയം സോ എക്സാക്ട്ലി 40 മിനിറ്റ് കൊണ്ട് നമ്മൾ തീ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യ വ്ളോഗ്സ്. പറഞ്ഞല്ലോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കുന്നമംഗലം പടനിലത്താണ് വന്നിട്ടുള്ളത്. ചാനലിന്റെ പേര് വ്ളോഗ്സ്.
അടുത്തത് വേഗം പപ്പറ തൊട്ട് ഞാൻ വെയിറ്റിംഗ്. 1 2 3 അടിച്ചുട്ടോ. എന്തായാലും പോയി എന്തായാലും പറയട്ടെ. അനാൻഷ ടെക്കി എന്നൊക്കെ പറ, അനാൻഷ ഗെയിമിംഗ് എനിക്ക് അറിയാടേ. ഞാൻ പറഞ്ഞേ അനാൻഷ അല്ലല്ല ഹനാനേന്നാണോ ഇനി ദൈവത്തിന് അറിയാം. അനാൻഷ ഫാമിലി അനാൻഷ ഫാമിലി മലപ്പുറത്തുണ്ട്. എല്ലാരും തോറ്റു. പറ ഓ ഫാമിലി ഹനാൻഷാട് പാട്ട് ചാനൽ പേരാടാ. പാട്ടിന്റെ പേര് നിങ്ങൾ പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ ഫാമിലി ഫോട്ടോ, പിന്നെ അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്, കുറെ വലിയ വലിയ കാര്യങ്ങള്, കുറെ അയ്യോ പറ്റൂ. 1 പേളിവാണി 2 അല്ലേ ചാനൽ പേരല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു അൺബോക്സിങ് നമുക്ക് ഇതിന്റെ ഒന്ന് നടത്തിയിട്ട് നമുക്ക് നേരെ അയ്യോ ഒരു മാതിരി മറ്റൊരു പരിപാടി കാണിക്കരുത്. കാസ്ട്രോൾ ഗെയിം അല്ല കാസ്ട്രോ വ്ലോഗ്സ്. അല്ല ഞാൻ മറ്റേ BGMI വന്ന സാധനം നമ്മൾ ഇവന് ഇടാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. ഈ സെന്ററിലെ പോണ്ടിലാണ്. സെന്ററിലെ പോണ്ട് ഇപ്പൊ കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഇൻസ്റ്റയിൽ ബുക്ക്. അത് ഇൻസ്റ്റയിൽ നിന്ന് വേറെ ആരെയും വല്ല ഒരു മഗ് ബാഗ് എന്ന് ബുക്ക്. എന്റെ പൈസ അർജുൻ MB ഷോട്ട്സ് ആണോ? ആ ചാനലിനാണോ? അർജുൻ ഷോട്ട്സ് ആണോ? അത് അർജുൻ MB 2 ചാനലുണ്ട്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൊമ്പൻ ഉത്തരം പറഞ്ഞാൽ ഡോമും കൊമ്പനും ഒരേ പോയിന്റ്. ഇനി എഡ്വിൻ BCB പോയിന്റ് പറഞ്ഞാൽ എഡ്വിൻ BCBയും കൊമ്പനും ഒരേ കൊമ്പൻ. ചാനലിൽ ഉത്തരം പറഞ്ഞാൽ ഇത് ആരും പറയും. ഞാൻ പറയും നോക്കിയോ. സുഹൃത്തുക്കളെ, ഗോൾഡൻ കളറിൽ തിളങ്ങുന്ന അന്നപൂർണ്ണ ഹിമാലയത്തിന്റെയും ചെക്കൻ മനസ്സിലാണ്. ഞങ്ങൾ എല്ലാരും തോറ്റു ഗൈസ്. അതുകൊണ്ട് വേറെ ക്വസ്റ്റ്യൻ ട്രാവൽ ഗൈസ്. കഴിഞ്ഞ റൗണ്ടിൽ ആരും ഉത്തരം അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യാം. അതിൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി പൊക്കോണം. അത് ഞാൻ കുത്തിയിടാറില്ല. അങ്ങനെയുള്ള എത്ര പേരുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് ഉപയോഗിക്കും. ഞാൻ ഈ കളി നിർത്തി. പ്രവീൺ പ്രണവ് അല്ലേ? അല്ലേ ആണ്. -1 6 3 5. ഡോമിന്റെ പമ്പിച്ച തിരിച്ചു വരവായിരുന്നു കാഴ്ച. കുറെ നാളിന് ശേഷം വീട്ടോക്സിന്റെ ചാലഞ്ചിൽ വന്ന് തിരിച്ചു വന്ന് ഇവിടെ കപ്പ് അടിച്ചിട്ട് മെയിൻ ആയിരിക്കുന്നു ഗൈസ്. മെയിൻ ആയി ഡോം മെയിൻ ആയിരിക്കുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ പോയില്ല. നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ